വിവാദം സൃഷ്ടിച്ച മൈസൂർ പാരമ്പര്യവൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതക കേസിൽ ഇന്ന് വിധി പറയും. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി 1 ഒരു വർഷത്തോളം നീണ്ട വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ നിർണായകമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാസ് ഷെരീഫ് കേസ്. 2019 ഓഗസ്റ്റിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മൈസൂർ സ്വദേശി ഷാബാസ് ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂല്യ രഹസ്യം അറിയാൻ നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്നു. ഒരു വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാർ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിനില്ല. കേസിൽ നിർണായകമായിരിക്കുന്നത് ഷാബാസ് ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺഡ്രിയോ DNA പരിശോധനാ ഫലമാണ്. ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത്. ഇത് ഷാബാസ് ഷെരീഫിന്റെ ആണെന്ന് മൈറ്റോകോൺഡ്രിയോ DNA പരിശോധനയിൽ തെളിഞ്ഞു. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട കേസിലെ 7ാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകമായത്. നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാസ് ഷെരീഫ് വധം പുറംലോകമറിഞ്ഞത്. ഷാബാസ് ഷെരീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു. ഇത് കേസിൽ നിർണായകമാണ്. 2024 ഫെബ്രുവരി 15-നായിരുന്നു കേസിന്റെ വിചാരണ തുടങ്ങിയത്. 80 സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു. സംസ്ഥാനത്ത് മറ്റൊരു കേസിലും ഇല്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കോടതിക്ക് മുമ്പിൽ നിർണായക തെളിവായി. ഷാബാസ് ഷെരീഫിന്റെ ഭാര്യയും മക്കളും ഷൈബിൻ അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു. നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നുവെന്ന മറുവാദമാണ് പ്രതിയുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത്. കേസിൽ 15 പ്രതികളാണ്. 7ാം പ്രതിയായ നൌഷാദ് മാപ്പ് സാക്ഷിയായി. പിടികിട്ടാനുണ്ടായിരുന്ന 2 പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന 2 കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന പരാതികളിൽ CBI അന്വേഷണം തുടരുകയാണ്. ഈ മാസം 27-നാണ് കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത്. കേസിൽ ഇന്ന് വിധി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ ചാനൽ നിലമ്പൂർ. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്.